നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയാണ്. സ്കൂളിലെ കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പറഞ്ഞത്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ ചേരുന്നു. ശശി, ഏറെ വേദനിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് വിശദാംശങ്ങൾ? നവമി, തീർച്ചയായിട്ടും നവമി സൂചിപ്പിച്ച പോലെ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. പത്തനംതിട്ടയിൽ 13കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചിരിക്കുന്നു. അത് ഈ അടുത്ത സമയത്താണ്, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി സഹോദരിയുടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം സഹോദരി ഈ വിവരം പോലീസിനെ അറിയിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് ഈ കേസിലേക്ക് പ്രതികളായ സഹപാഠികൾ തന്നെയാണ്. അത് എല്ലാവരും ഈ പ്രായപൂർത്തിയാകാത്തവരാണ്. 13ഉം 14ഉം വയസ്സുള്ള ആളുകളാണ് ഇതിൽ പ്രതിയായിട്ടുള്ളത്. അതിൽ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരും 2 പേർ പ്രായപൂർത്തിയായ പ്രതികളുമാണ്. കേസിൽ 10 പേര് ഉണ്ടെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന് നമുക്കൊരു വിവരം ലഭിക്കുന്നത്. പെൺകുട്ടി സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും ഒപ്പം ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിപട്ടികയിലുള്ള ഒരു പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെയാണ് സഹപാഠിയായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പരാതിയായി അല്ലെങ്കിൽ മൊഴിയായി പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ ഈ 6 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് വിശദമായ ചോദ്യം ചെയ്ത് വരികയാണ്. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ആരൊക്കെയാണ് ഇതിൽ, മറ്റുള്ളവർ ആർക്കെങ്കിലും ഇത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിശദമായി ഈ കുട്ടികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം 13 വയസ്സ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 13 വയസ്സേ ഉള്ളൂ. ഈ പ്രതികളായി പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടുള്ള കുട്ടികളും സമാനമായ പ്രായക്കാരാണ്. ഇത് ഏറെ ഞെട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ കുട്ടി സഹോദരിയോട് പറഞ്ഞു. സഹോദരിയാണ് പിന്നീട് സ്കൂൾ അധികൃതരെ അറിയിക്കുകയും പിന്നീട് കൗൺസിലിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതും പരാതിയാവുകയും പെട്ടെന്ന് തന്നെ പോലീസ് ഇത് കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നവമി, ശശിനാരായണൻ, എങ്ങനെയാണ് ഈ കുട്ടി ഈ പീഡിപ്പിക്കപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പീഡിപ്പിച്ച വ്യക്തികളുമായിട്ട് എങ്ങനെയാണ് അവരുടെ സഹപാഠികൾ എന്നതിനപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ളവരുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അവരെങ്ങനെയാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നത്? ഈ പ്രണയബന്ധം തന്നെയാണോ ഇത്രയും വലിയൊരു ചതിക്കുഴിയിലേക്ക് ഈ പെൺകുട്ടിയെ തള്ളിവിട്ടതും? നവമി, തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് 50 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. ആ കേസിലെ ഒരു പ്രതി കൂടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയൊരു ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അന്ന് വലിയ ഒരു വിവാദമായ അല്ലെങ്കിൽ ഒരു വലിയൊരു കേസായിരുന്നു. ഈ ഒരു പെൺകുട്ടിയെ 50ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചൊരു കേസ്. അത് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. ആ കേസിൽ ഒരു പ്രതി കൂടി ഈ കേസിലുണ്ട്. അതുകൊണ്ടാണ് ഇത് അത്തരത്തിലേക്ക് ഉള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ പ്രണയിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളുടെ ഭാഗമായി വല്ലം പീഡനത്തിന് ഇരയാക്കിയോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ പീഡന കേസ് അന്വേഷിക്കുന്നത്. 2 FIR-കളിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം 10ഓളം പേരുടെ മൊഴികളാണ് ഈ പെൺകുട്ടി നൽകിയിട്ടുള്ളത്. അതിന് 5 പേര്, അതായത് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസ് ഒരു FIR-ഉം ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ഒത്താശ ചെയ്ത് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി സുഹൃത്തായ ഒരു പെൺകുട്ടി ഒത്താശ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചും ഈ പെൺകുട്ടി പീഡനത്തിനിരയായി. അങ്ങനെ 2 FIR-കൾ ഇട്ടാണ് ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10ഓളം പ്രതികളാണ് ഇതിലുള്ളത്. ഇനി വിശദമായി അന്വേഷിക്കുമ്പോൾ ഒരു പക്ഷേ പ്രതികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ സൂചിപ്പിച്ച പോലെ 50 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടതാണ്. ഇത്തരം സംശയത്തിലേക്ക് വരാൻ കാരണം ഒരുപക്ഷെ ഈ പ്രണയം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പെൺകുട്ടി പോവുകയും അത് ആ ലെവലിൽ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. നമുക്കിതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം 12ഉം 13ഉം 14ഉം വയസ്സുള്ള കുട്ടികളാണ് ഇതിൽ
പ്രതികൾ ആയി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം കൗൺസിലിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നടത്തേണ്ട അത്യാവശ്യ കാര്യം കൂടി നമുക്ക് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കാരണം വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം കേസുകളിൽ അകപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസും കാണുന്നത്. അത്തരത്തിലുള്ള ചില കൗൺസിലിംഗുകൾ കൗമാരക്കാർക്ക് അത്യാവശ്യമുള്ള സ്കൂളിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിരീക്ഷണവും ഒരു ജാഗ്രതയും വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഈ കേസുകൾ നമ്മളെ ഇപ്പോഴത്തെ ഈ പീഡന കേസൊക്കെ പുറത്തു വരുന്നതുകൂടി എന്തായാലും പോലീസും അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും പ്രതികൾ 6 പേരാണ് ഉള്ളത്. നിലവിൽ ഇപ്പൊ പ്രതികളായി 6 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നവമി, അത് തന്നെയാണ് ശശിനാരായണൻ, നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ വലിയ സെക്സ് റാക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു യുവതിയെ ഇത്തരത്തിലുള്ള ട്രാപ്പിൽപ്പെടുത്തുന്നതോ ഒന്നുമല്ല. തികച്ചും സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയാണ് ഇത്രയും വലിയ ഒരു ക്രൂര പീഡനം നടന്നിരിക്കുന്നത്. ഈ പെൺകുട്ടി ഇത് വീട്ടിൽ പറഞ്ഞിരുന്നില്ലേ, അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരത്തിലൊരു പീഡനം അനുഭവിച്ചു എന്നുള്ളത് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല? ഇങ്ങനെ ഒരു കൗൺസിലിംഗ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയാതെ പോയാനേ. പക്ഷേ ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമം, അതിനെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. എന്താണ് ആ കുടുംബത്തിന്റെ മൊഴി വിശദമായിട്ട് പോലീസ് രേഖപ്പെടുത്തിയോ? കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വിശദാംശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ലേ? മറ്റൊരു കാര്യം കൂടി, നമ്മുടെ കുട്ടികളുടെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും അധ്യാപകർക്കും കൂടി കുറച്ചുകൂടി ഗൗരവത്തോടെ കൂടി തന്നെയല്ലേ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്? നവമി പറഞ്ഞ കാര്യം തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടെ കൂടി കാണേണ്ടിയിരിക്കുന്നു. 12, 13, 14 വയസ്സുള്ള കുട്ടികൾ, ചെറിയ പ്രായം 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളാണ് ഇത്തരം കേസുകളിൽ അകപ്പെട്ടത്, പോക്സോ കേസിൽ അകപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ അത്രയും പ്രലോഭിപ്പിച്ചും പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് ഇത്തരം പീഡനം നടത്തി എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് പുറത്തു വരുന്നത്. അത് കൃത്യമായി നമുക്കൊരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചില മൊഴികളൊക്കെ അത്തരത്തിൽ വരുന്നുണ്ട്. അത് കൃത്യമായി പോലീസ് പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് വിശദമായി അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഈ പെൺകുട്ടികൾ, അതായത് പ്രത്യേക ഈ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഈ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും അത് പ്രതിയാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരെ സമ്മർദ്ദത്തിലാകുന്നു. ഈ പീഡനമൊക്കെ നടന്നതിന് ശേഷം അത് അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷം. വീട്ടിൽ സഹോദരിയോടാണ് ഈ വിവരം പറഞ്ഞത്. സഹോദരി പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുന്നു. പിന്നീട് ആ വിവരം കൗൺസിലിംഗിലൂടെ പുറത്തു വരുന്നു. അത്തരം കാര്യങ്ങൾ പിന്നെ പരാതി ലഭിക്കുന്നു. പിന്നീട് പോലീസ് പെട്ടെന്ന് തന്നെ കേസിലേക്ക് കടക്കുന്നു എന്നുള്ള ഈ രീതിയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. ആ നിമിഷമൊക്കെ ഈ കുട്ടി അനുഭവിച്ച മാനസിക വിഷയം, ചെറിയ പ്രായമാണ്, അതിനുള്ള മാനസിക പ്രയാസം, സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങൾ, ഇതെല്ലാം കീഴ്പ്പെട്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹ ഇടങ്ങളിലുമൊക്കെ ഇത്തരം ഈ കൗമാരക്കാരായ കുട്ടികളുടെ ജാഗ്രതകൾ, അതുപോലെ തന്നെ ബോധവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങൾ, ഇത്തരത്തിൽ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൽ പ്രതിയായി വരുന്നവർ സമാനമായ പ്രായക്കാർ, സൗഹൃദത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതൊക്കെ വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ട വിഷയമാണ്. അത് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ കുട്ടികളെ ഈ സഹപാഠികൾ തന്നെ പീഡനത്തിനിരയാക്കുന്നു, സൗഹൃദം നടിച്ച് വലയിലാക്കി പീഡനത്തിനിരയാക്കുന്നു, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരുപക്ഷെ സ്കൂളിലെ പാഠ്യ വിഷയങ്ങളിൽ പോലും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഉണ്ടാകേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുന്ന കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ വഴിയിലൊക്കെ പരിചയപ്പെട്ടാണ് പല കുട്ടികളും ഇത്തരത്തിൽ പീഡനത്തിനും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം അവരെ ബോധവൽക്കരിക്കേണ്ട സാഹചര്യം, അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ പശ്ചാത്തലം, ഇതെല്ലാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ പീഡന കേസിൽ അകപ്പെടുന്നു, പോക്സോ കേസിൽ അകപ്പെടുന്നു എന്ന് പറയുന്നത് പോലീസും വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം തിരിച്ചറിവില്ലാത്ത പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. 12, 11 വയസ്സ്, 13 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അവരനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, തുറന്നു പറയാൻ പറ്റാത്ത ഇടങ്ങൾ, ഇതെല്ലാം ആ കുട്ടികളെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുട്ടി സഹോദരിയോടാണ് ഈ വിവരം പറഞ്ഞത്, മൗനമായിരുന്നു. അതുകൊണ്ട് സഹോദരിയുടെ വിവരം ചോദിച്ച് മനസ്സിലാക്കിയ സഹോദരി പിന്നീട് ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കുകയും ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുകയും അതിനുശേഷം അവരാണ് ഇത് പോലീസിലെ അറിയിച്ച് പിന്നെ കൗൺസിലിംഗിലൂടെ കുട്ടി തുറന്നു പറയുകയും പിന്നീട് പരാതി എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് പുറത്തു വരുന്നത്. എന്തായാലും 6 പേരാണ് ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 4 പേരും ഈ ചെറിയ പ്രായക്കാരാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ കുട്ടികളുടെ വിവരങ്ങളോ കാര്യങ്ങളോ പ്രദേശമോ ഒന്നും തന്നെ പങ്കുവെക്കാൻ കഴിയില്ല. പോക്സോ കേസാണ്. എന്തായാലും 2 പേർ മുതിർന്ന വ്യക്തികളാണ്. അവര്
ഒരാൾ നേരത്തെ പോക്സോ കേസിൽ, ഈ പത്തനംതിട്ടയിൽ നടന്ന പോക്സോ കേസിൽ ഒരു ആൾ പ്രതിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരു പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പീഡന കേസിലേക്ക് കഥ ചുരുളഴിയാൻ സാധ്യതയുണ്ടോ, അങ്ങനെ വല്ലതും ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ്. പോലീസ് അത്തരത്തിലാണ് ഈ 2 എഫ്ഐആർ ഇട്ട് വളരെ വിശദമായി എസ് പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് വലിയ രീതിയിൽ അന്വേഷിക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് സ്കൂളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ചത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് പള്ളിക്കരയിൽ 17കാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളെന്ന് കരുതുന്ന പ്രതി ഉൾപ്പെടെയുള്ള 2 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ പത്തനംതിട്ടയിലും ഇത് 13 വയസ്സുകാരി പീഡനത്തിനിരയായ ഒരു സംഭവമാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അല്പസമയം മുമ്പ് ശശിനാരായണൻ വിശദീകരിച്ചത്. ഇവിടെ 17 വയസ്സ്, അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് പീഡനത്തിനിരയായിരിക്കുന്നത്. എന്താണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകുന്നത്? നവമി, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നേരെ വരുന്നതെന്നത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെയാണ് ഈ സംഭവം നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഭിന്നശേഷിക്കാരിയായ 17 വയസ്സുകാരിയാണ് ഇങ്ങനെ 1 വർഷത്തോളം നിരന്തരം പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ 2 ഓട്ടോ ഡ്രൈവർമാർ, അതായത് നൌഷാദും മറ്റൊരാളും, ഇങ്ങനെ 2 ഓട്ടോ ഡ്രൈവർമാരാണ്. അതോടൊപ്പം സാലിക് എന്ന് പറയുന്ന പച്ചക്കറി കടയിലെ ഒരു ജീവനക്കാരനും, ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ 3 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സമയം ഈ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സമീപിച്ച് പ്രവേശിച്ചോളാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. അത് മറ്റ് വിശദാംശങ്ങൾ ഇതിൽ പുറത്തു വരാനുണ്ട്. ഇതിൽ നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഇനി 2 പേരെ കൂടി ഇതിൽ പിടികൂടാനുണ്ട്. കൂടുതൽ ഇത്തരത്തിൽ ആളുകൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിശദമായ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഈ വസ്തുത പുറത്തു വരുന്നത്. ഈ കുട്ടി പറയുന്നത് പ്രകാരം നിരന്തരം ഈ കുട്ടിയെ ഈ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കാം ഈ കുട്ടി കൂടുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഏതായാലും ഈ കുട്ടി ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലൂടെ ഈ മാനസിക വെല്ലുവിളി തരണം ചെയ്തിട്ടുണ്ട്, സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഇങ്ങനൊരു നിരന്തര പീഡനം നടന്നതിന്റെ ഒരു ആഘാതം ഈ കുട്ടിക്കുണ്ട് എന്നും പറയുന്നുണ്ട്. 2 ഓട്ടോ ഡ്രൈവർമാരാണ്. നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതരെന്ന ചോദ്യം കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ ചോദിക്കുന്നു. പക്ഷേ ഇതിൽ സാമൂഹ്യ നീതി വകുപ്പോ അത്തരം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. കാരണം നിരന്തരം നമ്മൾ കേൾക്കുന്നത് ഇത്തരം വാർത്തകളാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. സ്കൂളുകളിലും കുട്ടികൾ സുരക്ഷിതരല്ല, സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരും. ചില കേസുകൾ പരിശോധിച്ചാൽ സ്വന്തം അമ്മ, പെറ്റമ്മ തന്നെ ഇതിൽ കൂട്ടുനിൽക്കുന്ന സംഭവങ്ങളും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം വാർത്തകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നും അത്തരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്ത് നടപടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് ഉൾപ്പെടെ ചെയ്യുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ കൃത്യമായ നേരത്തെ പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സംഭവത്തിലും നമ്മൾക്ക് ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ ഇങ്ങനെ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കുക. ഏതായാലും ജില്ലാ ആശുപത്രിയിലെ പരിശോധനയിൽ ഈ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ 5 FIR ആണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. അതായത് വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഈ ഒരു പീഡനം നടന്നത്, അല്ലാതെ ഒരു കൂട്ട പീഡനം എന്ന രീതിയിലല്ല. 5 വ്യത്യസ്ത പീഡനം, അങ്ങനെ 5 പോക്സോ കേസുകളിൽ 5 പ്രതികൾ, നിലവിൽ പ്രാഥമികമായി അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിച്ചിട്ടുള്ളത്. അതിൽ 3 പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അതിൽ ഓർക്കണം, ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടി ഉൾപ്പെടും. കാരണം ഈ കുട്ടിയെ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിട്ടപ്പോൾ ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്ന ആളുകൾ, അവർ തന്നെ ഇങ്ങനെ ഈ ഒരു പീഡനത്തിന് ഇരയാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഇതിൽ പുറത്തു വരുന്നത്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി കൂടി ഈ കേസിൽ പ്രതിയാകുന്നു എന്നതാണ്. മറ്റ് കേസുകൾ പരിശോധിച്ചാലും ഇത്തരം സംഭവങ്ങൾ നമുക്ക് ധാരാളമായി കാണാം. എന്തായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഉറങ്ങിക്കൊടുന്ന കുട്ടിയെ 10 വയസ്സുകാരിയെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ആ കേസിൽ ആ പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷ ഏതായാലും നൽകി. അങ്ങനെ വളരെ വേഗം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നിയമം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ശിക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനിയും ഉണ്ടായിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറണം. അപ്പോഴാണ് ഇതിലൊരു കുറവ് വരിക, അല്ലെങ്കിൽ ഒരു ഭയം തോന്നുക. ഇത്തരം കേസുകളിലാകപ്പെട്ടാൽ പലപ്പോഴും ഈ കേസുകളൊക്കെ നീണ്ടു പോവുകയും പിന്നീട് വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിൽ തന്നെ ഇതേ പ്രതികൾ ഏർപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. അതോടൊപ്പം രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ ഇതിലുണ്ടാകണം. കാരണം കുട്ടികൾ പലപ്പോഴും ഭയം കാരണം ഇത് പറയാറില്ല. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൗൺസിലിങ്ങിലൂടെയാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കളൊക്കെ പുറത്തു വരാറുള്ളത്. വളരെ ചെറിയ കേസുകൾ മാത്രമാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതും. പലപ്പോഴും കുട്ടികൾ മനസ്സിലൊതുക്കി ഇത്തരത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അത് ഈ കഴിഞ്ഞ കാലം റിപ്പോർട്ട് ചെയ്ത പല കേസുകൾ പരിശോധിച്ചാലും കാണാം. 1 വർഷവും 2 വർഷവും നിരന്തരം ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യം. അത് 10 വയസ്സുള്ള കുട്ടിയെ പോലും ഇങ്ങനെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെ കണ്ടുവരും. ഏതായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാകും. നിലവിൽ 5 പേരാണ് ഇപ്പോൾ പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 പേരാണ് പ്രതികൾ. അതിൽ 3 പേർ അറസ്റ്റായിരിക്കുന്നു, 2 പേരെ ഒളിവിലാണ്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ അത് മുതലെടുത്താണ്, അത് ചൂഷണം ചെയ്താണ് ലൈംഗിക പീഡനത്തിൽ ഉൾപ്പെടെ ഈ ഇങ്ങനെ ഇരയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ഭിന്ന ശേഷിക്കാരിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഓർക്കണം. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി, അതോടൊപ്പം സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾക്കുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ കൗൺസിലിംഗും, അത് കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് പല കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും എങ്കിലും ഇതിൽ കൃത്യമായ ഇടപെടൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഇനിയും കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഈ കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതികൾക്ക് തക്കതായ ശിക്ഷ വളരെ വേഗത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. കാരണം പോക്സോ കേസുകളിലൊക്കെ വളരെ വേഗത്തിലാണ് ശിക്ഷ വരുന്നതെങ്കിലും കുറച്ചുകൂടി ഒരുപക്ഷെ 5 മാസം 6 മാസത്തിനകം തന്നെ ഇതിൽ വലിയ ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മാത്രമേ ഇതിന് ഒരു കുറവ് വരും എന്നതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ജാഗ്രത ഉണ്ടാകണമെന്ന ഒരു സന്ദേശം കൂടി ഇതിൽ നിന്നും നൽകുന്നുണ്ട്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഈ കുട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു സ്വഭാവ വ്യത്യാസം അത് അപ്പോൾ തന്നെ അറിയിക്കുക, അത് അവരെ അപ്പോൾ തന്നെ കൗൺസിലിംഗിന് വിധേയമാക്കുക ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വലിയ കടന്നുകയറ്റവും കുട്ടികൾ അതിലുള്ള അഡിക്ഷനും അതെല്ലാം മുതലെടുപ്പ് നടത്തുന്ന സംഘങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഒരാളല്ല, കൂടുതൽ ആളുകളിലേക്ക് കുട്ടികളെ ചൂഷണം ചെയ്യിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് ഇപ്പോൾ ഒരു കേസുണ്ട്. ആ കേസിൽ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. സ്നേഹ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ 3 പോക്സോ കേസുകളിൽ ജയിലിലായ ഒരു ആളാണ്. ആ കേസിൽ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ല. സ്നേഹ മറിയ എവിടെയെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 20 ദിവസത്തോളമായി. ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില കേസുകളിലൊക്കെ ഇതിൽ ഒരു വീഴ്ച കാണുന്നുണ്ട്. അത്തരം വീഴ്ചയില്ലാതെ കൃത്യമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അവിടെയും ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രലോഭനം, അതായത് മൊബൈൽ ഉൾപ്പെടെ നൽകി നിരന്തരം പീഡിപ്പിക്കുന്ന സാഹചര്യമായത് സ്നേഹ മറിയ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണ്. ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയ 3 പോക്സോ കേസുകളിലെ പ്രതിയാണ്. കാര്യം കൂടി തന്നെയാണ് നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതരാകുന്നത് എന്നൊരു ചോദ്യം ഏറെ പ്രസക്തമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ സ്കൂളിലായിക്കോട്ടെ അധ്യാപകർ, പൊതുസമൂഹം എല്ലാവരും തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു കാര്യം കൂടി ബൈജു, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികൾ അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയാണ്? മുൻപ് ഇത്തരത്തിലുള്ള കേസുകൾ അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ടല്ലോ. അയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നതും?
നവമി, രണ്ടുപേർ ഓട്ടോ ഡ്രൈവറാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ ഈ കുട്ടിയെ ചികിത്സക്കായി കൊണ്ടുപോയ ഡ്രൈവർമാരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അത് മുതലെടുത്ത് ഈ കുട്ടിയെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല സംഭവങ്ങളും ഇനി പുറത്തു വരാറുണ്ട്. കാരണം ഇതൊരു പോക്സോ കേസുകളാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ പരിമിതികളുണ്ട്. പോക്സോ കേസുകളിൽ നമുക്കറിയാം ഈ കുട്ടിയുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു വരരുത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളോ ഒന്നും അല്ലാതുകൊണ്ടാണ് കൃത്യമായി ഇവരുടെ പേരുകൾ പുറത്തു പറയാൻ സാധിക്കുന്നത്. അതല്ലാതെ പക്ഷം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പീഡനം ഉണ്ടാകുമ്പോൾ, അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് തന്നെ സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ അതൊന്നും പുറത്ത് പറയാൻ കഴിയാത്ത സാഹചര്യം പോക്സോ കേസുകളിൽ കൃത്യമായ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഇത് ഇത്തരത്തിൽ ഈ പരിചയം നടിച്ച് അല്ലെങ്കിൽ സഹായിക്കാൻ എന്നെത്തിയ വ്യാജേനയാണ് ഇങ്ങനെ ഒരു പീഡനം നടത്തിയത്. ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയും ഈ ഒരു വർഷമായി, അതായത് 16 വയസ്സ്, ഈ കുട്ടിക്ക് 16 വയസ്സ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ മാനസിക വെല്ലുവിളിയുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നത്. ആ ചികിത്സക്കായി ഈ കുട്ടി ഇങ്ങനെ പോകുന്ന സാഹചര്യവും അങ്ങനെയാണ് ഈ ആൺകുട്ടിയും ഇവരെ പരിചയപ്പെടുന്നതും ഇങ്ങനെ പീഡനത്തിനിരയാക്കെന്നാണ് പറയുന്നത്. ഏതായാലും അവരെ രണ്ടുപേരെയും ഇനി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ഇതിൽ ഒരു വ്യക്തത വരൂ. അതായത് ഈ കുട്ടിക്ക് 3 പേരെ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പേരെയും നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അവരുടെ കൃത്യമായ വിവരങ്ങൾ കുട്ടി മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇനി അറസ്റ്റിലാവാനുള്ള 2 പേരെ കണ്ടാൽ അറിയാം കുട്ടിക്ക് എന്നാണ് പറയുന്നത്. അതല്ലാതെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 5 ആളുകളും വ്യത്യസ്ത സ്ഥലങ്ങളിലും വ്യത്യസ്ത സംഭവങ്ങളിലുമായാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. അതല്ലാതെ ഇവർ 5 പേരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംഘമല്ല. വ്യത്യസ്ത അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ 5 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഇത് ആര് എന്ന് അറിയില്ല. പക്ഷെ പോലീസിന് ഏതാണ്ട് സൂചന കിട്ടിയിട്ടുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേർ ആരാണെന്ന് പരിചയം ഇല്ല. പക്ഷേ കണ്ടാൽ അറിയാമെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയുള്ളത്. ഏതായാലും പെൺകുട്ടി ഇപ്പോൾ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് ചികിത്സയിലൂടെ ഇപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് ചൈൽഡ് ലൈൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പേർ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ചൈൽഡ് ലൈൻ പറഞ്ഞത്. കാസർഗോഡാണ് 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പേരെ പിടിയിലായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. എറണാകുളം സ്വദേശി TA അയൂബാണ് കീഴടങ്ങിയത്. ഇന്നലെ കൊച്ചി NIA കോടതിയിലായിരുന്നു കീഴടങ്ങൽ. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാളാണെന്നാണ് സംശയിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നവമി, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട്, അതായത് യുവാക്കളെ ലഷ്കർ-ഇ-തൊയ്ബയിലേക്കും മറ്റ് തീവ്രവാദ സംഘടനകളിലേക്കും റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അയൂബ് NIA പോലീസിന്റെ നിരീക്ഷണത്തിലാകുന്നതും NIA ഇയാൾക്കെതിരെ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്നതും അങ്ങനെയാണ്. അതായത് 3 ലക്ഷം രൂപ നേരത്തെ തന്നെ NIA കോടതി ഇതുമായി ബന്ധപ്പെട്ട NIA ഇയാളെ പിടിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇനാം പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്തായാലും നാളുകൾ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അയൂബ് കീഴടങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാൾ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങളുമായി, തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ കുറച്ചു കാലമായി തന്നെ NIA നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ NIAയുടെ ഒരു പരിധിയിൽ നിന്നും അല്ലാതെ തന്നെ അയൂബിനെ ഇത്ര കാലം, അതായത് എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞത്, തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഒളിവിൽ കഴിഞ്ഞതായി വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് അതിൽ പിടികൂടാനുള്ള സാഹചര്യം എത്തിയപ്പോഴാണ് ഈ അയൂബ് NIAയിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അയൂബ് കീഴടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, എടവനക്കാട് വീട്ടിൽ നിന്നും നിരവധി ഹിന്ദു നേതാക്കളുടെ പേരുകൾ അടങ്ങിയിട്ടുള്ള, അതായത് അവരെ വധിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വലിയ ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, അതായത് NIA അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച ശേഷമാണ് ഇയാൾ കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള പ്രതികളേക്ക് ആയുധ പരിശീലനം നൽകിയത് ഈ അയൂബാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് മാത്രമല്ല, PFIയുടെ പ്രധാന ആയുധ പരിശീലകരിൽ ഒരാളാണ് ഇയാൾ. പ്രധാനമായും ലഷ്കർ-ഇ-തൊയ്ബയിലേക്കും മറ്റ് തീവ്രവാദ സംഘടനകളിലേക്കുമൊക്കെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അയൂബിനെ NIA പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നവമി.
ശരി, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ആയുധ പരിശീലകൻ അയൂബാണ് NIA കോടതിയിൽ കീഴടങ്ങിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. Champions in the arena. Rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് കുമ്പളയിൽ കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളികളും പിടിയിലായി. കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ലാല കബീർ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. ബൈജു, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ തന്നെയാണോ ലാല കബീറും കൂട്ടാളികളും പിടിയിലാകുന്നത്? അതെ നവമി, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കുമ്പള ടോൾ പ്ലാസയ്ക്ക് സമീപം ലാല കബീറും അതുപോലെ തന്നെ നൌഫൽ എന്ന് പറയുന്ന 2 അന്തർ സംസ്ഥാന കുറ്റവാളികൾ ഇത്തരത്തിൽ പിടികൂടുന്നത്. 30 കിലോ കഞ്ചാവാണ് ഇവരുടെ വാഹനത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് ടാൻസാഫും അതുപോലെ തന്നെ പോലീസും സംയുക്തമായി നടത്തിയ ഈ ഒരു പരിശോധനയിലാണ് ഈ സംഘം വലയിലാകുന്നത്. അതായത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലാല കബീറിനെതിരെ നിരവധി കേസുകൾ സംസ്ഥാനത്ത്, അതായത് കേരളത്തിന് പുറമെ കർണാടകത്തിലുമായി വിവിധ സ്ഥലങ്ങളിൽ നിരവധി കേസുകളുണ്ട്. മാത്രമല്ല ഇയാൾ ഈ അടുത്താണ് മൈസൂരുവിലെ ഒരു കേസിൽ നിന്നും ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇങ്ങനെ നിരന്തരം കുറ്റവാളിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ലാല കബീർ. ഇയാൾ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. സാഹസികമായാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ നിന്നും ഈ സംഘത്തെ പിടികൂടുന്നത്. എന്നാൽ 30 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഘം പ്രധാനമായും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ മയക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിക്കുന്ന ഒരു സംഘമാണ്. ഇവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഇവരിൽ നിന്നും കൃത്യമായി ചോദ്യം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവരുടെ ഏജന്റായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ കൃത്യമായി ഇതിന്റെ മുഖ്യ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ഇവർ ആർക്കൊക്കെ ഇങ്ങനെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നു അവരെ ഇനി കണ്ടെത്താനുണ്ട്. അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. നമുക്കറിയാം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ പ്രത്യേകിച്ച് MDMA ഉൾപ്പെടെ എത്തുന്നത് ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് കാസർഗോഡ് തലപ്പാടി അതിർത്തി കടന്നാണ് മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ എത്തുന്നത്. നേരത്തെയൊക്കെ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഈ ലഹരി വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ തോതിൽ
കച്ചവടം നടത്തുന്ന സാഹചര്യമാണ്. കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന ഹോണ്ട സിറ്റി വാഹനം അത് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിലേറ്റവും പ്രധാനം ഇതിലെ കണ്ണികൾ ഇനി ആർക്കൊക്കെയാണ് ഇവർ ഈ ഒരു ലഹരി വസ്തുക്കൾ കഞ്ചാവ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാലാ കബീറിനപ്പുറം ഒപ്പം ഇയാളുടെ കൂട്ടാളിയായ നൌഫലും നിരവധി കേസുകളിലെ പ്രതിയാണ്. പല കേസുകളിലും പിടിക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ ആളുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈസൂരുവിൽ ഒരു കേസിൽ പിടിക്കപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് ഇപ്പോൾ ലാലാ കബീർ. അങ്ങനെ സ്ഥിരം കുറ്റവാളി കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുള്ള ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. 30 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കൊക്കെ ഈ ഒരു ലഹരി വസ്തു കഞ്ചാവ് വിൽപ്പന നടത്തിക്കാൻ കൊണ്ടുപോകുന്നു എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇയാളെ ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളിൽ നിന്നും കൂടുതൽ ഇതിന്റെ ശൃംഖല കണ്ടെത്താനുണ്ട് പോലീസിന്. അത് ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരം നടപടികൾ പോലീസ് കടക്കുക. എന്തായാലും വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായി ഇതിന്റെ കച്ചവടം നടത്തുന്ന ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ആളുകളെ പിടികൂടണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. അങ്ങനെ ഒരു സംഘത്തെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇവർക്ക് കീഴിൽ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു. അതൊരു പക്ഷെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവരുടെ ഈ കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ നൽകാനാണ് ഇങ്ങനെ ഒരു വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഇയാളെപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരൂ. ഇനി ഇതിൽ കേസിൽ കൂടുതൽ ആളുകളെ പിടികൂടാൻ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുമ്പള പോലീസാണ്. കുമ്പള ടോൾ പ്ലാസ ആരിക്കാടിയിലുള്ള ഇപ്പോൾ അടച്ച് പൂട്ടിയ ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് പോലീസ് വരെ പിടികൂടിയത്. ഇവിടെ നിന്നും ഈ ദേശീയപാതയുടെ പ്രത്യേകത ഇവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അവിടെ പോലീസ് കൃത്യമായി സാഹസികമായി ഈ ഒരു സംഘത്തെ പിടികൂടുകയായിരുന്നു. അവിടെ നിന്ന് തന്നെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇവരെ വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകും. അത് കാസർഗോഡ് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ സംഘത്തിന് വേരുകളുണ്ട്. അവിടെയെല്ലാം ഈ ഒരു ലഹരി വസ്തു കഞ്ചാവ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെ കടത്തുന്ന സംഘമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊട്ടേഷൻ, കവർച്ച, അങ്ങനെ പല കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ഈ ലഹരി വസ്തുക്കൊപ്പം ഈ ഒരു വലിയ ഒരു ഈ അധോലോക അത്തരത്തിൽ ഉള്ള ആളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഇയാളെ കൂടുതൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈജു, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ അത് കാസർഗോഡ് ഏത് വിധേനയാണ് പരിശോധനകളെല്ലാം ശക്തമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരന്തരം, അതായത് വർഷങ്ങളായി ഈ മേഖലയിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരാണ് ഇത് പ്രധാനമായും ഇങ്ങനെ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇവരെത്തിക്കുന്നത്, അങ്ങനെയുള്ള സംഘങ്ങളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സ്ക്വാഡായി തിരിഞ്ഞിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. പല ഇടങ്ങളിലും ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ നോക്കിയാൽ അത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളിലാണ് ഈ കൂടുതലായും ഈ ലഹരി വസ്തുക്കളെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആളുകൾ ഇതിന്റെ കണ്ണികളായി വരുന്നു എന്നതാണ് ഓരോ കേസുകളും ഈ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിൽ പരിശോധന കർശനമാക്കുകയും ആളുകൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. 30 കിലോ കഞ്ചാവാണ് ഈ ഒരു തവണ പിടികൂടിയത്. പ്രത്യേകിച്ച് ഈ കർണാടകയോട് അതിർത്തി കിടക്കുന്നതുകൊണ്ട് തന്നെ മംഗളൂരുവിലൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ബന്ധം കാസർഗോഡ് ജില്ലയിലുണ്ട്. ആ ഒരു ബന്ധം മുതലെടുത്താണ് ഈ ഒരു ലഹരി വസ്തുക്കൾ കച്ചവടം വ്യാപകമായി നടക്കുന്നതും പിന്നീട് അത് സംസ്ഥാനം മുഴുവൻ, അതായത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിന്റെ മുഖ്യ കണ്ണി അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം. അങ്ങനെ പോലീസ് കൃത്യമായി ഇതിന്റെ പരിശോധന നടത്തുകയും വളരെ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വലിയൊരു പ്രതി തന്നെ ഇതിൽ പിടിയിലാകുന്ന സാഹചര്യം. ഏതായാലും കൂടുതൽ ആളുകൾ ഇയാളെ പിടികൂടിയതോടുകൂടി, ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ
കൂടുതൽ ആളുകൾ ഈ കേസിൽ പ്രതിയാവുമെന്നാണ് പോലീസ് പറയുന്നത്. അത്തരം നടപടികളിലേക്ക് പോലീസ് നീങ്ങിക്കഴിഞ്ഞു. പോലീസിന് അത്തരം നിർണായകമായ വിവരം ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നതും ഇയാളുടെ വാഹനം ഉൾപ്പെടെ കണ്ടെത്തുന്നതും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന കാര്യവും പുറത്തു വരുന്നതും. ഏതായാലും ഈ നൌഫലും നേരത്തെയും പല കേസുകളിലും പ്രതിയാണ്. ഇവരെ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ കേരളത്തിലെ വലിയ ലഹരി മാഫിയ സംഘങ്ങളെ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. നവമി. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. ശ്വേത മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് നടി അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന എന്നിവർ ആരോപിച്ചു. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടും FIR ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും അൻസിബ പറഞ്ഞു. ശ്വേത മേനോന്റെ ഉറപ്പിൽ 15 കോടി രൂപ അദാനി ഗ്രൂപ്പിൽ നിന്നും BJP നേതാവ് ലഭ്യമാക്കിയെന്ന് മാല പാർവതി വ്യക്തമാക്കി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ടിനി ടോം അത് തമാശയ്ക്ക് പറഞ്ഞതാണ് ജിഹാദി എന്നും ഒരു വ്യക്തിക്ക് ഡബിൾ ഡാഡി സിൻഡ്രം ആണെന്നും ആ വ്യക്തിക്ക് മറ്റുള്ള പലരുമായിട്ടും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നതൊക്കെ തമാശയായിട്ട് കാണാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേമിങ്ങിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അതേസമയം തനിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ ലഭിച്ചതായും രാജിവെക്കാതെ ഉറച്ചുനിന്ന് പോരാടണമെന്ന് ഇരുവരും പറഞ്ഞതായും ശ്വേത മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെടുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അമ്മയിലെ ഈ പോര് അത് അവസാനിക്കുന്നില്ലല്ലോ അല്ലേ? ശരിക്കും നവമി, അത് തുടരുകയാണ്, അത് അതിരൂക്ഷമായി തുടരുകയാണ്. പ്രത്യേകിച്ചും ആ വർഗീയവാദം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച നടിമാരായ അൻസിബ ഹസൻ, മാല പാർവതി, അതുപോലെ ഉഷ ഹസീന, മായ വിശ്വനാഥ് തുടങ്ങിയവരൊക്കെ ഇതിലേക്ക് വർഗീയത കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നു ശ്വേത മേനോൻ എന്ന രൂക്ഷമായ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പ്രധാനമായും അദാനിയിൽ നിന്നും 15 കോടി രൂപ അമ്മയിലേക്ക് കൊണ്ടുവരുന്നു. അത് CSR ഫണ്ട് വഴിയാകാം, എന്തായാലും അതിൽ വ്യക്തതയില്ല. പത്മജി എന്ന് പറയുന്ന കൊച്ചിയിലെ BJP നേതാവ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു വെളിപ്പെടുത്തൽ. ഇത് അമ്മയിലെ ഒരാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാല പാർവതി പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ 15 കോടി കൊണ്ടുവരുന്നു, അതല്ലെങ്കിൽ അത് അമ്മയിലെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ശ്വേതയോട് വൈരാഗ്യം ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അമ്മയിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് പത്മജ എസ് മേനോൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് അമ്മയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അമ്മയുടെ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അടക്കം ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്ന് മാല പാർവതി മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയ്ക്ക് പുറത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, BJPയുടെ നേതാവ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്? മാത്രമല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ അടുത്തു നിന്നും 1 കോടി രൂപ അമ്മയിലേക്ക് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അത് അൻസിബ ഹസൻ പറയുന്നു അവർ എതിർത്തിരുന്നു. പ്രത്യേകിച്ചും മതപരമായ ഇടപെടലുകൾ, ഇന്ന് അമ്പലമാണെങ്കിൽ നാളെ പള്ളി ഉണ്ടാകും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം മതസംഘടനകൾ ഉണ്ടാകും. അത്തരം ഇടപെടലുകൾ അമ്മയിലേക്ക് വേണോ എന്നുള്ള ചോദ്യം
ഉണ്ടായിരുന്നു. അത്തരം നിരവധി തർക്കത്തിനൊടുവിലാണ് ദല്ലാൽ നന്ദകുമാറിൽ നിന്നും പണം സ്വീകരിക്കുന്നത്. അത് 1 കോടി ആയിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, പിന്നെ അത് 75 ലക്ഷമായി ചുരുങ്ങുന്നു. ഈ ബാക്കി 25ന്റെ കഥ അറിയില്ല തുടങ്ങിയ വലിയ ആരോപണങ്ങൾ, സാമ്പത്തികമായി വലിയ ആരോപണങ്ങളാണ് അമ്മയിലെ അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, ശ്വേതാ മേനോനും സംഘവും, ശ്വേതാ മേനോൻ നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് കണക്ക് ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം ആരോപണങ്ങൾ വന്നപ്പോഴാണ് ശ്വേതാ മേനോൻ താനും തന്റെ അംഗങ്ങളും രാജിവെക്കുന്നുവെന്ന് മാധ്യമങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് കണക്കുകൾ വ്യക്തമാക്കേണ്ടത് സാഹചര്യം കുറച്ചുകൂടി ബലപ്പെട്ടപ്പോഴാണ് പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് ശേഷം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് ജനറൽ ബോഡി മറ്റൊരു അഡ്ഹോക് കമ്മിറ്റിയെ അതുമായി ബന്ധപ്പെട്ട് ചുമതലയേൽപ്പിക്കുന്നത്. അവർക്ക് മിനിറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ രാജ്യസന്നദ്ധത, അല്ലെങ്കിൽ ഇവർ മീഡിയയുടെ രാജി പ്രഖ്യാപിച്ചത് അത് മിനിറ്റ്സ് രേഖപ്പെടുത്തിയില്ല. പക്ഷേ ഇതുവരെയും രേഖാമൂലം തങ്ങളെ രാജിക്കത്ത് തന്നില്ല എന്നുള്ള കാരണം കാണിച്ചാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ തിരിച്ചു വരേണ്ടുന്ന സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്നത്. ശ്വേതാ മേനോന് അധികാരക്കൊതിയാണ്. അതല്ലെങ്കിൽ ശ്വേതാ മേനോനും സംഘവും തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ അമ്മ സംഘടന തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കണം തുടങ്ങിയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാലാപാർവതി അടക്കമുള്ള ആളുകൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ അമ്മയിലേക്ക് ഇത്തരത്തിൽ മതപരമായും രാഷ്ട്രീയപരമായുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് നടിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട്, അതായത് നേരത്തെ മോഹൻലാൽ ഈ അമ്മ കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുമ്പോൾ അത് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുന്നു. അത് ജനറൽ ബോഡിക്ക് വളരെ കാലം, അതായത് വളരെ സമയമുണ്ടായിരുന്നു അടുത്ത ജനറൽ ബോഡിക്ക് എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുവരെ മറ്റൊരു ജനറൽ ബോഡി കൂടുകയോ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തുക, അതല്ലെങ്കിൽ പുതിയൊരു ഭരണഘടന നിലവിൽ വരിക എന്നുള്ളത് സാമ്പത്തികമായ ഒരുപാട് സംഘടനയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അടുത്ത ജനറൽ ബോഡിക്ക് സമയം, ജനറൽ ബോഡിയിൽ വെച്ച് തന്നെയാണ് ഇവർ രാജി പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ട് അഡ്ഹോക് കമ്മിറ്റിയായി മുൻപത്തെ കമ്മിറ്റി തുടർന്നതുപോലെ, അതായത് മോഹൻലാലിന്റെ കാലഘട്ടത്തിൽ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് അതേ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയായിരുന്നു. എന്തിനാണ് പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള ചോദ്യം ബാക്കിയാകുമ്പോൾ ഈ കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ആരോപണം നിലനിൽക്കുന്നുണ്ട്. മറ്റു മുൻപുണ്ടായിരുന്ന കമ്മിറ്റിക്കെതിരെ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ സാമ്പത്തിക ആരോപണം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും അടക്കമുള്ള ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഇതുവരെയും കണക്കുകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല. വലിയ ക്രമക്കേടുകൾ ഉന്നയിക്കുന്നു. അത് മുൻപുണ്ടായ ആളുകളുടെ ചുമലിൽ താങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോഴും നടിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, അൻസിബ ഹസന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അവർ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറന്നു എന്നുള്ളത് എടുത്തു നിന്നും തുടങ്ങിയതാണ്. മാത്രമല്ല, ഇതെല്ലാം നന്ദകുമാറിന്റെ പണം സ്വീകരിച്ചു തുടങ്ങിയ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ തുടങ്ങിയതാണ് അവർക്ക് നേരെ മതപരമായിട്ടുള്ള അധിക്ഷേപവും ആക്രമണവും എന്നാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ പോലെ സെക്യുലർ ഒരു ഇടത്തിൽ ഇത്തരം അമ്മ പോലത്തെയുള്ള ഒരു സംഘടനയിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്തരം വർഗീയ ഇതിപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ നടിമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയുമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ BJP-യിൽ നിന്നൊക്കെ പണം വാങ്ങി എന്ന് പറയുന്നു. അത് ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ടാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ശ്വേതാ മേനോന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല. പകരം സോഷ്യൽ മീഡിയയിൽ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ അവർ കുറിച്ചത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട്, സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകാതെ പോരാടണമെന്നാണ് അവർ ഉപദേശിച്ചതെന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കണ്ട് ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളെ എല്ലാം നിഷേധിക്കുവാൻ ശ്വേതാ മേനോൻ ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? നവമി, മുൻപും നമുക്കറിയാം നിരവധി പ്രശ്നങ്ങൾ, അതായത് ഈ അമ്മയുടെ സംഘടനയുടെ തുടക്കത്തിൽ അവർ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുന്നു അതിജീവിത അടക്കം, അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത അടക്കമുള്ള ആളുകളെ തിരിച്ച് സംഘടനയിലേക്ക് കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് അവർ അതുമായി ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പക്ഷെ തുടർന്ന് അവർ പെട്ടെന്ന് മലക്കമറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ ചില ആളുകൾ അതിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഇന്നും നടിമാർ
വിളിച്ചിരുന്ന വാർത്താ സമ്മേളനത്തിൽ അവരിത് എടുത്തു പറയുന്നു. ആരാണ് ഇവർക്ക് എതിര് നിന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എതിർപ്പ് കൽപ്പിച്ചത് ആരാണ്? ആ വിഷയം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന ആളുകൾ നടിയെയോ അല്ലെങ്കിൽ അതിജീവതയോ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയോ അമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള നീക്കത്തിന് എതിര് നിൽക്കുന്നു, തടസ്സം നിൽക്കുന്നു. ഇവര് വിമൻ കാർഡ് കാണിച്ചാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ, അതായത് സ്ത്രീയുടെ കയ്യിൽ ഭരണം കിട്ടിയത് കൊണ്ട്, അതല്ലെങ്കിൽ സ്ത്രീ ഭരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷൻസുമാണ് ഇങ്ങനെ പുറത്തു ചാടുന്നത്. ഇവർക്കെതിരെയുള്ള ഒരു ട്രംപ് കാർഡായിട്ട് പുറത്തു വരുന്നത് എന്നുള്ള കാര്യമാണ് ശ്വേതാ മേനോൻ ആരോപിക്കുന്നത്, ലക്ഷ്മിപ്രിയയും അങ്ങനെ. അത് മാത്രമല്ല, BJPയുമായുള്ള ഈ ബാന്ധം ആരോപിക്കുമ്പോൾ BJP വൃത്തങ്ങളിൽ നിന്നും പണം വാങ്ങി ഇവിടെ നിന്നും ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നൽകാമെന്ന ഡീല് കൂടി ശ്വേതാ മേനോൻ ഉണ്ടാക്കിയെന്ന് ഗുരുതരമായ ആരോപണം കൂടി ഉണ്ടാകുന്നു. ഇത്തരത്തിലൊരു ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ ശ്വേതാ മേനോൻ ഫേസ്ബുക്കിലൂടെ മാത്രമാണ് ഇത്തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ, അതായത് ഓടിളക്കി വന്നവരല്ല അമ്മയുടെ കാര്യം തീരുമാനിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തനിക്ക് പിന്തുണ നൽകുന്നു. അവര് ഇത്തരത്തിൽ രാജിവെക്കാതെ, രാജിവെച്ച് പുറത്തു പോകാതെ നട്ടിൽ നിവർത്തി നിൽക്കണമെന്നുള്ള മെസ്സേജ് തരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ശ്വേതാ മേനോൻ, അമ്മ പ്രസിഡന്റ് എന്നുള്ള സൈൻ ഓഫോട് കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നവമി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ശ്വേതാ മേനോൻ പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ്. പക്ഷേ നിരവധി പ്രശ്നങ്ങൾ അമ്മ സംഘടനയെ മുൻപും, അതായത് ഈ സംഘടന ഈ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുൻപും നിരവധി പ്രശ്നങ്ങൾക്ക് അമ്മയുടെ ആളുകൾ പ്രതികരിച്ചിരുന്നു. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അമ്മ പ്രതികരിക്കാൻ വൈകുന്നു എന്നുള്ള അധിക്ഷേപം കേട്ടെങ്കിലും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അവർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പ്രതികരിക്കാതെ പോയിട്ടില്ല. പക്ഷെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അമ്മയുടെ പ്രസിഡന്റ് ഒരു കാര്യത്തിലും മറുപടി പറയുകയോ അല്ലെങ്കിൽ വിശദീകരണം നൽകുകയോ മാധ്യമങ്ങളെ ഫേസ് ചെയ്യുകയോ ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷെ അവര് നമുക്കറിയാം സംഘടനയുടെ, അതായത് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടാണ് അവരെന്ന് പ്രതികരിച്ചത് അന്ന് നമുക്കറിയാം. ഞാനും എൻ്റെ അംഗങ്ങളും രാജിവെക്കുകയാണ്, അത് തനിക്ക് വ്യക്തിത്വമുണ്ട്, അതല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ തിരിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര കാലം പ്രതികരിക്കാതിരുന്നത് തുടങ്ങിയ ന്യായീകരണങ്ങൾ അവരന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിലും ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അവർ റിയാക്ട് ചെയ്യാൻ തയ്യാറായി. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ, അവരുടെ റിയാക്ഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നു, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതത്തെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയത്തെ ഡ്രാഗ് ചെയ്തിടാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം ഈ രമേശ് പിഷാരടിയുടെ കയ്യിൽ നിന്നും ആ കൺവീനർ സ്ഥാനം സ്റ്റേ ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കോടതി വിധിയുമായി അവർ വന്നപ്പോഴും ആ സംഘടനയെ രക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവർ തന്നെ വിശദീകരിച്ച് തരേണ്ടതാണ്. അത് ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് വേണം പ്രതീക്ഷ. ഇത്ര അധികം കൂലങ്കഷമായി ഈ ഒരു സംഘടനയിലെ പോര് അവസാനിക്കുന്നില്ല. പരസ്പരം വിഴിപ്പലക്കിയും ചെളി വാരിയെറിഞ്ഞും നടിമാരും താരങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ്. അതിനിടയിൽ ശ്വേതാ മേനോൻ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ പിന്തുണയുണ്ടെന്നാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആജ്ഞ രവീന്ദ്രൻ. അമ്മയിൽ ഇപ്പോഴും പോര് കടുക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മദ്യലഹരിയിൽ അസഭ്യം നടത്തിയ യുവാവിന് നേരെ ട്രാഫിക് പോലീസിന്റെ പെപ്പർ സ്പ്രേ പ്രയോഗം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇടുക്കി അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. യുവാവ് ആദ്യം ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. പിന്നീട് സ്റ്റാൻഡിലെത്തിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ അസഭ്യം പറഞ്ഞത്. തുടർന്ന് ട്രാഫിക് പോലീസ് എത്തിയപ്പോഴേക്കും അവർക്ക് നേരെയായിരുന്നു അസഭ്യ വർഷം. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം.
VK സ്റ്റാലിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിന് വലിയ കയ്യടിയാണ് നൽകുന്നത്. ആരാണ് ഈ യുവാവ്? എന്തായാലും ഇത് ചോദിച്ചു വാങ്ങിയ ഒരു പെപ്പർ സ്പ്രേ പ്രയോഗം അല്ലേ? നവമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് അയാൾ ചോദിച്ചു വാങ്ങിയ ഒരു ഇതാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇയാൾ സ്ഥിരമായി മദ്യപാനിയാണ്. അതുപോലെ തന്നെ സമീപത്തെ ഒരു ഉന്നതിയിലെ താമസക്കാരനാണ്. ഇയാള് ബാറിൽ വന്ന് മദ്യപിക്കുകയും അതിനുശേഷം ടൗണിൽ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചകളാണ്. എങ്കിലും ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ടൗണിലെ റോഡിലെ ഉള്ള സമയത്ത് തന്നെയാണ് ഇയാള് ഇത്തരത്തിൽ മദ്യപിച്ച് ആംഗ്യങ്ങൾ കാണിക്കുകയും വേറെ ചില ചേഷ്ടകൾ കാണിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പോലീസിന്റെ വാഹനം കണ്ട് പോലീസ് വാഹനത്തിന് മുമ്പിൽ നിന്ന് ആദ്യം സല്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവരെ ചീത്ത വിളിക്കുന്നു. കുറെ സമയം അവിടെ മെനക്കെട്ടെങ്കിലും അവിടെ ചെലവഴിച്ചെങ്കിലും പോലീസ് എങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്നൊരു നിലപാടിലായിരുന്നു പോലീസ്. കാരണം ഇയാളെ ആൾക്കാർക്ക് അറിയുന്നതാണ്, ആളൊരു സാധുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്നായിരുന്നു പോലീസിന്റെ ചിന്ത. എന്നാൽ സമയം കഴിഞ്ഞു പോകും തോറും ഇയാളെ പോകാതെ വന്നതോടുകൂടിയാണ് ഇയാളുടെ മുഖത്തേക്ക് ഈ പെപ്പർ സ്പ്രേ അടിച്ചത്. അതും ഇയാൾ ചെന്നിട്ട് പോലീസ് വണ്ടിക്കകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് വീണ്ടും സംസാരിച്ചപ്പോഴാണ് അത് ചെയ്തത്. പോലീസിന്റെ ചില കടന്ന കൈയായിപ്പോയി എന്നൊക്കെ ചില ആളുകളൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ സമൂഹവും പോലീസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അയാളെ മർദ്ദിക്കുകയോ മറ്റ് തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികളൊന്നും ചെയ്യാതെ തന്നെ അയാളെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ടുള്ള പോലീസിന്റെ തന്ത്രം ഫലം കണ്ടു എന്ന് തന്നെയാണ് ഏതായാലും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന പോലീസിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ആളുകളുടെ ഒക്കെ നിലപാട്. നവമി, ശരി, സ്റ്റാലിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളത്ത് പോലീസ് ക്യാമ്പിൽ പരസ്യ മദ്യപാനം. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മദ്യപിച്ചതിൽ ഒരാൾ യൂണിഫോമിലായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ബലപ്രയോഗത്തിലൂടെ വൈദ്യപരിശോധന നടത്തിയതിൽ നിന്നുമാണ് ഇവർ മദ്യപിച്ചതെന്ന് വ്യക്തമായത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച വരുത്തുന്നത് ഗുരുതരമായി തന്നെ കണക്കാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നവമി, നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ 3ാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇരുന്ന് പോലീസുകാർ മദ്യപിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഈ അടുത്ത സമയത്ത് തന്നെ തൃശ്ശൂരിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. മദ്യപിക്കുന്ന, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മദ്യപിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പോൾ കൊച്ചി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലെ ക്യാമ്പിലാണ്, പോലീസ് ക്യാമ്പിലെ ബാരക്കിനുള്ളിലാണ് ഈ 3 പോലീസുകാർ മദ്യപിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊരാൾ യൂണിഫോമിലുമായിരുന്നു മദ്യപിച്ചത്. എന്തായാലും ഈ പോലീസിന് ഇതിൽ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവർ മദ്യപിച്ച കുപ്പിയും ഗ്ലാസും കണ്ടെത്തി. അതിനുശേഷം ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ അഭിലാഷ് ഓടി രക്ഷപ്പെട്ടു. എന്തായാലും അയാളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അതുമാത്രമല്ല, KU അഭിലാഷ്, അതുപോലെ നവാസ്, വിഷ്ണു തുടങ്ങി 3 പോലീസുകാരാണ് ഈ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിൽ വെച്ച് മദ്യപിച്ചത്. അതേ തുടർന്ന് ഇവര് 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷ്ണുവിനെയും അതുപോലെ നവാസിനെയും മറ്റ് ഈ പരിശോധനകൾ, അതായത് മദ്യപിച്ചോ എന്നുള്ള പരിശോധനയിൽ മദ്യപാനം നടത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അതേ തുടർന്ന് 3 പേരും സസ്പെൻഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരിശോധന, അതായത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് അഭിലാഷ് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് മറ്റു 2 ഉദ്യോഗസ്ഥരെയും എന്തായാലും സ്റ്റേഷനിലെത്തിച്ച് ഈ ബ്രത്ത് അനലൈസർ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഇവർ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ഈ 3 പേരും സസ്പെൻഷനിലാണ്. അഭിലാഷിനെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പക്ഷേ ഇതുമായി വിശദമായി അന്വേഷണം നടത്താൻ അസിസ്റ്റന്റ് കമാൻഡന്റിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. നവമി, ശരി, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരസ്യ മദ്യപാനം. 3 പേരെ സസ്പെൻഡ് ചെയ്തു. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നെയ്യാറ്റിക്കര ഒറ്റശേഖരമംഗലത്ത് ATMൽ മോഷണ ശ്രമം. ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന SBI ശാഖയുടെ CDM മെഷീൻ കുത്തി തുറന്നാണ് കവർച്ച നടത്താൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ മോഷ്ടാക്കളെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചോ?
നവമി, ഇപ്പോഴും അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം. ഒറ്റശ്ശേരമംഗലം ജംഗ്ഷന് സമീപത്ത് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ATM കൗണ്ടറിലാണ് മോഷണം നടത്തുന്നത്. രാവിലെ മോഷണശ്രമം നടത്തുന്നത്. രാവിലെ എത്തിയ മോഷ്ടാവ് ഈ പറയുന്ന CDM മെഷീൻ തകർത്ത് അതിന്റെ മുൻഭാഗം തകർത്ത് മോഷണം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന അലാറവും ഒപ്പം അധികൃതർക്കുണ്ടായ വാർണിംഗ് സിഗ്നലും ഒക്കെ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഇയാൾ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പോലീസ് എത്തി. ആര്യൻകോട് പോലീസാണ് അന്വേഷണം. ആര്യൻകോട് പോലീസും ഒപ്പം ബാങ്ക് അധികൃതരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ നിന്ന് കാശൊന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 25 ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നതായി ബാങ്ക് അധികൃതർ പറയുന്നു. എന്തായാലും കാശ് നഷ്ടമായിട്ടില്ല. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വരും മണിക്കൂറുകൾ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും ആര്യങ്കോട് പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. നവമി. അരുൺ, ഒരു കാര്യം കൂടി, ഈ ATMന് മുന്നിൽ CCTV ദൃശ്യങ്ങളിൽ അതിൽ പ്രതികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ATMന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ലേ? നവമി, ഈ പറയുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ജീവനക്കാരനിലായിരുന്നു. അതേസമയം CCTV ക്യാമറ ഉണ്ടെങ്കിലും അതിൽ ഈ പറയുന്ന പ്രതിയുടെ ചിത്രം വ്യക്തമായില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. എന്തായാലും CCTV ഈ പറയുന്ന മോഷ്ടാവിന്റെ ദൃശ്യം യഥാസമയം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി കാര്യമായി ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. പോലീസ് അത് പറയുന്നത് സത്യമാണ്. കാരണം നമുക്ക് വിഷ്വൽ തരുന്നതിനുണ്ടായ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് കടകളുടെ CCTV വ്യാപാരികളുടെ സഹായത്തോടെ മറ്റ് CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇയാൾ വന്ന ഇയാൾ സഞ്ചരിച്ച ബൈക്ക് ഉൾപ്പെടെ അതിന്റെ നമ്പർ ഉൾപ്പെടെ എടുത്ത് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി. ശരി, നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലത്താണ് ATMൽ മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. ആര്യങ്കോട് പോലീസും SBI ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പണം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ മോഹൻ. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.